ഭരണം അറിയാത്ത ഒരാൾ ഭരിക്കാൻ കയറിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ ആവേശം കൊണ്ട് മാത്രം, അനധികൃത കുടിയേറ്റക്കാരുടെ വോട്ട് കൊണ്ട് മാത്രം ഒരു ആള് ജയിച്ച എന്താ സംഭവിക്കുന്നതെന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ് തുടരെ തുടരെ ബംഗാളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മമതാ ബാനർജി എന്ന് പറയുന്ന ആൾക്ക് പെട്ടെന്ന് കലഹിച്ച് വഴക്ക് കൂട്ടി പുറത്തിറങ്ങി പടിയിറങ്ങി പോകാനും അതുപോലെ തന്നെ ബഹളം വയ്ക്കാനും ഷൗട്ട് ചെയ്യാനും വായി തോന്നുന്ന ആരോപണങ്ങളൊക്കെ കണ്ടവർക്ക് നേരെ ഉന്നയിക്കാനും അല്ലാതെ ഒന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ബംഗാൾ എന്ന് പറയുന്ന സവർണ ബംഗാൾ, രവീന്ദ്രനാഥ ടാഗോറിന്റെ ഭൂമി, ഇന്ന് അരാജകത്വത്തിന്റെ അടിത്തട്ടിലേക്ക് നിവദിച്ചിരിക്കുന്നത്. ഇവിടെ ഒന്നല്ല സംഭവങ്ങൾ. സിംഗരൂരിലെ ഒരു ബലാത്സംഗത്തിനെ തുടർന്ന് ആളുകളെ പ്രക്ഷോഭത്തിലേക്ക് ഇളക്കി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന മമതാ ബാനർജി വന്നതിന് ശേഷം നടന്ന പ്രധാനപ്പെട്ട അതിക്രൂരമായ മാനവികതയെ മുഴുവൻ ഉലച്ച 3 ബലാത്സംഗങ്ങളിലൊന്നും ഒരു അന്വേഷണവും ശരിയായ രീതിയിൽ നടന്നില്ല. ഇരകളുടെ പക്ഷം പിടിക്കുന്നതിന് പകരം ആ സ്ത്രീ, ഇന്ത്യയിലെ ഏക വനിതാ മുഖ്യമന്ത്രി, വേട്ടക്കാരുടെ പക്ഷമാണ് പിടിച്ചത്. ഏറ്റവും ഒടുവിൽ സന്ദേശ് ഖാലിയിൽ ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന ആള് പണ്ടത്തെ ഷെയ്ഖുമാരെ പോലെയും, ശരിക്കും ആ ഷെയ്ഖ് എന്നുള്ള പേര് അന്വർത്ഥമാണ്, സുൽത്താൻമാരെ പോലെയും മാടമ്പിമാരെയും പ്രഭുക്കളെയും പോലെ ഇഷ്ടമുള്ള പെണ്ണുങ്ങളെ വീട്ടിലേക്ക് വരുത്തി, അതായത് തൃണമൂൽ കോൺഗ്രസ് ഗൂണ്ടകളുടെ സഹായത്തോടു കൂടി അവിടെ രാജകീയമായിട്ടുള്ള സുഖഭോഗങ്ങളിൽ മുഴുകിയിരുന്നപ്പോൾ അതിനെതിരെ ഒരു പെണ്ണ് പ്രതികരിച്ചു. ആ പ്രതികാരം ഒരു ജ്വാലയായി മാറി. എന്നിട്ടും പ്രക്ഷോഭങ്ങൾ എല്ലാം നടന്നിട്ടും ആ സ്ത്രീയെ സ്ഥാനാർത്ഥിയാക്കി ആ സ്ത്രീയെ പോലും, ആ ഇരയെ പോലും തോൽപ്പിക്കാനുള്ള ഗുണ്ടാബലം അവർക്കുണ്ടെന്ന് അവർ കാണിച്ചു. ആ ഗുണ്ടാബലം കൊണ്ട് പക്ഷെ ഭരിക്കാൻ പറ്റുകയില്ല. ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ സന്ദീപ് ഘോഷ് എന്ന് പറയുന്ന ആള് ഇത്രയും നാളും അവയവ കച്ചവടം നടത്തുകയായിരുന്നു. നമ്മുടെ ഒരു പ്രസിദ്ധമായ കൊച്ചിയിലെ ഒരു ആശുപത്രിയിൽ നടന്നു എന്ന് പറയുന്നത് പോലുള്ള അവയവ ദാനങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ തിരിമറികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം. ഇപ്പോഴാണത് പുറത്തു വരുന്നത്. കടാവറുകളുടെ വിൽപ്പന, അതായത് ശവശരീരങ്ങളുടെ വിൽപ്പന. അതെന്തിനാണ്? കുഴിച്ചിടേണ്ട ശവശരീരങ്ങൾ, അവിടെ മോർച്ചറിയിലുള്ള ശവശരീരങ്ങൾ വിൽക്കുന്നതിന് കോടിക്കണക്കിന് രൂപയാണ് കിട്ടുന്നത്. പ്രത്യേകിച്ചും വിദേശ സർവകലാശാലകളിലേക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ പല സർവകലാശാലകളിലും ഇപ്പൊ ആ ശവശരീരങ്ങൾ കിട്ടാനില്ല. ഇന്ത്യയിൽ തന്നെ മെഡിക്കൽ കോളേജുകൾ കൂടിയതുകൊണ്ട് കടാവർ എന്ന് പറയും. അതെന്തിനു വേണ്ടിയാണ്? അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് അറുത്തു കയറി വേണം പഠിക്കാൻ ലോകത്തിലുള്ള മിക്ക സർവകലാശാലകളിലും അങ്ങനെയാണ്. ജോർജിയയിലെ മെഡിക്കൽ കോളേജുകൾ മാത്രമേ ഉള്ളത് വേണ്ടാത്തത്. അതിന് പകരം മനുഷ്യന്റെ ഒരു തടിയിലുള്ള ശില്പം അത് നോക്കി മാത്രം ഓപ്പറേഷൻ ചെയ്ത് പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് ഇന്ത്യയിൽ അവർക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, അവർ വേറെ ടെസ്റ്റ് എഴുതി ക്വാളിഫൈ ചെയ്യണം എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോ ഈ സംഭവം വെളിച്ചത്ത് വന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു PG മെഡിക്കൽ ട്രെയിനി ആയിട്ടുള്ള വിദ്യാർത്ഥിനിയെ സെമിനാർ ഹാളിലിട്ട് അവിടുത്തെ ഒരു തൃണമൂൽ നേതാവ് ബലാത്സംഗം ചെയ്യുകയും അത് മറച്ചു വയ്ക്കാനും അതിന്റെ തെളിവുകൾ നശിപ്പിക്കാനും പ്രകടനമൊക്കെ നടത്തി അവിടെ തീയിട്ട് നശിപ്പിക്കുകയൊക്കെ ചെയ്തു മമതാ ബാനർജിയുടെ ആൾക്കാര്. ഒരു നടപടി എടുത്തില്ല, FIR പോലും എടുക്കാതെ ഒരു ആത്മഹത്യയായിരുന്നു എന്ന് പറഞ്ഞ് തള്ളി ഒതുക്കാൻ നോക്കി. ആ കള്ളി എന്ന് വിളിക്കാവുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിലുണ്ടെങ്കിൽ അത് അവര് തന്നെയാണ്. അങ്ങനെയുള്ള ആ സ്ത്രീ ഇപ്പോഴും അവിടെ ഇങ്ങനെ താൻ ഈ മുഖ്യമന്ത്രി ഈ നാട്ടിന്റെ രാജ്ഞിയാണ് എന്നുള്ള മട്ടിലാണ് ഭരിക്കുന്നത്. ജനാധിപത്യത്തിന് പുല്ല് വില കൊടുക്കുന്നില്ല. അവിടെ ഈ കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്ന 500ഓളം സാമൂഹിക മാധ്യമ പ്രവർത്തകരെ ഒക്കെ എടുത്ത് ജയിലിൽ പൊക്കി എറിഞ്ഞിരിക്കുകയാണ്. അവർക്കെതിരെ പ്രതികരിച്ച തൃണമൂൽ നേതാക്കളെ പോലും അവർ ഭീഷണിപ്പെടുത്തുകയും അവർക്ക് നേരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയുമാണ്. അങ്ങനെയാണ്. അപ്പൊ തന്റെ പാർട്ടിയെ അനുകൂലിക്കുന്നവരല്ലാതെ ആർക്കും അവിടെ സ്ഥാനമില്ല. CBIക്ക് പോലും വിലക്കായിരുന്നു. അവരുടെ ആ വിലക്കിനെ മറികടന്നുകൊണ്ടാണ് കോടതിയുടെ അനുമതിയോടുകൂടി CBI ഇപ്പൊ അന്വേഷണം നടത്തുന്നത്. ഇപ്പൊ തത്സമയ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുക. അവിടെ നടന്ന കൊടും ക്രൂരതകൾ, ഇത് ബനാന റിപ്പബ്ലിക്കുകളിലോ അതുപോലെ തന്നെ വെള്ളരിക്ക പട്ടണങ്ങളിലോ ഒന്നും നടക്കാത്ത രീതിയിലുള്ള, ആഫ്രിക്കയിലെ ഇരുണ്ട ഭൂഖണ്ഡങ്ങളിലെ വനാന്തരങ്ങളിലോ പോലും നടക്കാത്ത അതിക്രൂരമായ പീഡകളുടെ ചരിത്രമാണ് മമതാ ബാനർജി ഭരിച്ചത്രയും നാൾ അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് കിട്ടിയ ഗുണ്ടകൾ എന്ന് പറയുന്നത് CPM-ൽ പണ്ട് പ്രവർത്തിച്ചിരുന്ന ഗുണ്ടകൾ തന്നെയാണ്. അവർ ഈ സംഗരൂരിൽ ഇപ്പോൾ തങ്ങളുടെ കൃഷിഭൂമി വിൽക്കും എന്നുള്ള ഒരു സന്ദേശത്തെ തുടർന്ന് തൃണമൂലിലേക്ക് ചേക്കേറിയതാണ്. അവരെ വേണ്ടത്ര പോഷകം കൊടുത്ത് വേണ്ടത്ര രീതിയിൽ പരിചരിച്ച് അവരെ
തൃണമൂലിന്റെ വളരെ ലോയലായിട്ടുള്ള കൂറുള്ള ഗുണ്ടകളാക്കി മാറ്റി അവരാണിപ്പോ അവിടുത്തെ പോലീസ്, ബംഗാളിലെ പോലീസ്. അവിടുത്തെ ലോ ആൻഡ് ഓർഡർ മെഷീനറി എന്ന് പറയുന്നത് നിയമസമാധാന തകർച്ച മാത്രമാണ് അവിടുത്തെ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത്. മറ്റേ ആർക്കും അവിടുത്തെ മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് നേരെ പോലും ഇവരുടെ ആളുകൾ വന്ന് ആക്രമണം നടത്തി. എന്നിട്ടോ ഈ സന്ദീപ് ഘോഷ് എന്ന് പറയുന്ന തൃണമൂൽക്കാരനായിരുന്നു പ്രിൻസിപ്പൽ. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അയാൾക്ക് പ്രൊമോഷൻ കൊടുത്ത് വേറൊരു മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലാക്കി മാറ്റി. അദ്ദേഹത്തെ ആദരിച്ചു. ഈ ഗുണ്ടായിസം ഇടപെടാൻ അനുമതി കൊടുത്തത്. എന്നിട്ട് ഇപ്പൊ അദ്ദേഹം CBI ഇപ്പൊ അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. കടാവർ കച്ചവടം ഇത് അയാൾ മാത്രം നടത്തുന്നതല്ല, തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു വിഭാഗവും എല്ലാം കൂടി ചേർന്ന് നടത്തുന്ന കച്ചവടമാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, അവിടുത്തെ തന്നെ ഒരു മുൻ സൂപ്രണ്ട് RJ കർ മെഡിക്കൽ കോളേജിനെ സ്നേഹിച്ച, തൃണമൂൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നതിന് പകരം RJ കർ മെഡിക്കൽ കോളേജിനെ സ്നേഹിച്ച ഒരു പഴയ സൂപ്രണ്ട് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. അങ്ങനെയുള്ളവർക്കൊന്നും ഈ കള്ളം പറയേണ്ട കാര്യമില്ല. പാർട്ടിക്കാരനൊന്നുമല്ല അദ്ദേഹം. ആ സ്ഥാപനം ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഓർത്തുള്ള മനോവിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. അങ്ങനെ കള്ളന്മാർക്ക് കഞ്ഞിവെച്ച് വളർത്തുന്ന ഒരു മുഖ്യമന്ത്രി, അതാണ് മമതാ ബാനർജി. നിയമങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല. അവരുടെ ഗുണ്ടകൾ, അവരുടെ അഭിലാഷമെന്തോ അത് സാധിച്ചു കൊടുക്കുകയാണ് അവരുടെ ഏക ലക്ഷ്യം. തൃണമൂലല്ല, മറ്റു പാർട്ടികൾ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി അവരെ കൊല്ലും തല്ലും. അതിനുള്ള ഗുണ്ടാബലം അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും കാലം കൊണ്ട് ബംഗാളിന് അത് ആകെ ഉണ്ടായിട്ടുള്ള നേട്ടം എന്നുള്ള തൃണമൂൽ ഗുണ്ടകളുടെ എണ്ണം അവരെ നല്ല മസിൽമാന്മാരാക്കി മാറ്റി എന്നുള്ളത് മാത്രമാണ്. അവിടെ തൊഴിലില്ല, കൃഷിയില്ല, കച്ചവടമില്ല, വ്യവസായമില്ല, ഒന്നുമില്ല. ആളുകൾ പട്ടിണി കൊണ്ട് സഹിക്കാൻ വയ്യാതെ കേരളത്തിൽ മാത്രമല്ല കർണാടകം, മഹാരാഷ്ട്ര മുതലായ സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മമതാ ബാനർജിയുടെ ഭരണത്തിന്റെ ഭരണ നേട്ടം.